ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി ആണ്. അപ്പം നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. അപ്പം അതിനകത്ത് നിങ്ങൾ പഠിക്കുമ്പം നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി മൂന്നും തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഫിസിക്കൽ കെമിസ്ട്രി. അപ്പോൾ ഫിസിക്സ് പോലെ തന്നെയാണ് നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രീനെ അപ്രോച്ച് ചെയ്യുക. പക്ഷേ NCERT വെച്ച് നോക്കുമ്പോൾ ഫിസിക്സിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് ആണ് ഫിസിക്കൽ കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സിന്. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് NCERTന്ന് സെന്റൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും സമയം കണ്ടെത്തി വായിക്കുക ചെയ്യണം ഫിസിക്കൽ കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ എക്സാമ്പിളും എക്സസൈസും ഒക്കെ ചെയ്യുക. ഇതിത്തെ എക്സസൈസ് ചെയ്താൽ തന്നെ നമ്മൾ ഏകദേശം ആ ചാപ്റ്ററിന് വരാവുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തു. കാരണം അത്രയും വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസും പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസും NCERTക്കകത്തുണ്ട്. പക്ഷേ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് നല്ലോണം ടൈം കൺസ്യൂം ചെയ്യും. കാരണം വാല്യൂസ് ഒക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾ നീറ്റിന് പ്രാക്ടീസ് ചെയ്യുമ്പം MCQ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ വാല്യൂസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നത് നമുക്ക് പെട്ടെന്ന് ആൻസറിൽ എത്താൻ പറ്റുന്ന. പക്ഷെ ഇത് നല്ലോണം കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. നീറ്റിന് എന്തായാലും അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. സിമ്പിളായിട്ട് കട്ടായി പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നീറ്റിന് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പരിചയപ്പെടുന്നതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാൽക്കുലേഷൻ ജസ്റ്റ് റഫായിട്ട് ആവറേജ് ഒക്കെ ആ ആൻസറിൻ്റെ അടുത്ത് എത്തുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. കറക്റ്റ് ആ വാല്യൂവിനെ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. അങ്ങനെ നമുക്ക് കുറേ ടൈം എടുക്കും, നമ്മളിത് ചെയ്ത് തീരൂല. ഇത് ഷോർട്ട് നോട്ട് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. എല്ലാ ചാപ്റ്റേഴ്സും തന്നെ ഷോർട്ട് നോട്ട് എഴുതുക. അതിനകത്ത് ഫോർമുലാസും എഴുതണം. പിന്നെ അതിനകത്ത് നല്ല പോയിന്റ്സ് ഒക്കെ ഉണ്ടാവില്ല, അതും എടുത്ത് എഴുതുക. പക്ഷെ ഞാൻ സൊല്യൂഷൻ അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രി ഈ രണ്ട് ചാപ്റ്ററിനും ഞാൻ NCERTക്കകത്ത് തന്നെയാണ്. NCERT വായിച്ചപ്പം അതിനകത്തുള്ള പോയിന്റ്സ് ഒക്കെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി വെറുതെ വീണ്ടും ഷോർട്ട് നോട്ടിനകത്ത് എഴുതി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ NCERTനെയാണ് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഫോർമുലാസും ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഷോർട്ട് നോട്ടിനകത്ത് എഴുതിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് NCERTക്കകത്ത് തന്നെ പിങ്ക് ഹൈലൈറ്റ് ചെയ്യുക, എടുത്ത് എഴുതുക, സ്റ്റാർ മാർക്ക് ഇടുക. അങ്ങനെ NCERTയിലൂടെ തന്നെയാണ് ആ രണ്ട് ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം അതൊക്കെ ഞാൻ മാറ്റി എഴുതി. അതിൻ്റെ NCERTനെ ഞാൻ ശരിക്കും ഫുള്ള് വായിച്ചിട്ടില്ല. കാരണം അത് അത്രയും വലിയ ചാപ്റ്ററാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അതെടുത്ത ഫാക്കൽറ്റി ഞങ്ങൾക്ക് അതിനകത്തുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴാണല്ലോ നമുക്കതിന് താനേ സമയം ഉണ്ടായി വരിക. പക്ഷെ ഞാനതങ്ങനെ ഒരു ഇതിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല വായിക്കാൻ. അതുകൊണ്ട് തന്നെ എനിക്കതിന് ടൈം കിട്ടുകയും ചെയ്തില്ല. പക്ഷേ +2 ചാപ്റ്റേഴ്സ് അങ്ങനെയല്ല. +2 ചാപ്റ്റേഴ്സ് നമ്മൾ സമയം ഉണ്ടാക്കി നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതിലെ ചാപ്റ്റേഴ്സൊക്കെ. അപ്പോൾ അതിൽ ഒന്നെങ്കിലും ഇങ്ങനെ ചെയ്യാതെ മൊത്തം ഷോർട്ട് നോട്ടിനകത്ത് മാറ്റി എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ NCERTനെ റെഫർ ചെയ്ത് പോകാം. ഞാനത് ഫുള്ളേ മാറ്റി ചെയ്ത് ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയിന്റ്സ് ഒക്കെ അതിനകത്ത് തന്നെ വെച്ചു. ഇക്വേഷൻസ്, ഒരു പ്രോബ്ലം MCQs ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഷോർട്ട് നോട്ടിനകത്ത് മാറ്റി എഴുതുക ചെയ്തത്. പിന്നെ അതുപോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. എല്ലാം ചെയ്യുന്നു വേണ്ട. ഈ പറഞ്ഞ പോലെ NCERTത്തെ എക്സസൈസും എക്സാമിനും പ്രീവിയസ് ഇയറും ചെയ്താൽ തന്നെ കെമിസ്ട്രി ഏകദേശം സെറ്റാണ്. ഇനി എക്സാംസിലൂടെ കടന്നു പോകും, മോക്ക് എക്സാം ഒരുപാട് എഴുതും. അപ്പോൾ അതിലൂടെ ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻസിലൂടെ തന്നെയല്ലേ കടന്നു പോകണേ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ടോപ്പിക്കും ചാപ്റ്റേഴ്സും മാത്രം കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യുക. എനിക്ക് ഇലക്ട്രോ കെമിസ്ട്രി ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ അത് എക്സാമിൽ ഇങ്ങനെ എപ്പോഴെപ്പോഴും തെറ്റി ഇലക്ട്രോ കെമിസ്ട്രിത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോ കെമിസ്ട്രി ഞങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിൽ ചാപ്റ്റർ കംപ്ലീറ്റ് അല്ല, അതിനകത്ത് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ. കുറേ ഹിൻറ്റുകളും ക്വസ്റ്റ്യനകത്ത് തന്നിട്ടും ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതെനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഞാൻ എത്ര ചെയ്താലും അത് സൈന് മാറിപ്പോവും, പ്ലസ് എടുക്കുന്നിടത്ത് മൈനസ് എടുത്തു മാറിപ്പോയി കഴിഞ്ഞാൽ ഫുൾ ആൻസർ തെറ്റുമല്ലോ. അങ്ങനെ എനിക്ക് ആ ഒരു ടോപ്പിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് MCQ ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എക്സാം ഇങ്ങനെ എഴുതിയിട്ട് അതിനാണ് എക്സാം എഴുതി അനലൈസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് അത് തെറ്റിയത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് തെറ്റിയതെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ പോയിട്ട് എക്സ്ട്രാ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ് വേണ്ടത്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ ശ്രദ്ധിക്കേണ്ടത് NCERT എന്തായാലും വായിക്കണം, എക്സസൈസും എക്സാമിലും ചെയ്യുക. MCQ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ള ടോപ്പിക്കിനും ചാപ്റ്ററിനും അനുസരിച്ചിട്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ശ്രദ്ധിക്കേണ്ടത്. കമ്മിങ് ടു ഇനോർഗാനിക് കെമിസ്ട്രി, ഇറ്റ് ഈസ് സിമിലർ ടു ബയോളജി. ബയോളജി നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണോ പഠിക്കുന്നത്, NCERT എത്ര തവണ റിവൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ
ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇനോർഗാനിക്. നമ്മൾ എത്ര പഠിച്ചെടുത്താലും ബയോളജി പോലെയല്ല, അതിലേറെ മറന്നു പോകുന്ന സാധനങ്ങളാണ്. കാരണം ബയോളജിയിൽ നമ്മൾ പിന്നെ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി വെച്ചാൽ തന്നെ കുറേ ഓർമ്മയിൽ നിൽക്കും. ഇത് ഫുൾ നമ്മൾ കുറേ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളല്ലേ. ഡി ബ്ലോക്ക് ആണെങ്കിലും പി ബ്ലോക്ക് ആണെങ്കിലും ഒക്കെ ജസ്റ്റ് ആ എലമെന്റ്സിനെ പറ്റിയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് അങ്ങനെ പഠിക്കാം. അത് നമുക്കൊരു എന്താ പറയുക, കോൺസെപ്റ്റ് മനസ്സിലാക്കാനൊന്നും വലിയതൊന്നുമില്ല. നമ്മളതിൽ ബൈഹാർട്ട് പഠിക്കാനുള്ളതന്നെ ഉള്ളൂ. പിന്നെ അതിനകത്തൊക്കെ പഠിക്കുമ്പം കോഡുകൾ ഉണ്ടാക്കി പഠിക്കാം. നമ്മൾ സെൽഫായിട്ട് കോഡ് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ആവുക. ഇപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന കോഡ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഷെയർ ചെയ്യുന്നുണ്ടാവും, പല വീഡിയോസിൽ നിന്നും കിട്ടുന്നുണ്ടാവും. അതൊക്കെ അതിനെക്കാട്ടിലൊക്കെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ എല്ലാത്തിനും സെൽഫായിട്ട് കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കോഡ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്താൽ അവർക്ക് അത് അത്ര യൂസ്ഫുൾ ആവാറില്ല. എക്സാമിന് അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് പഠിച്ചിട്ട് ഓർക്കുന്നില്ല. പക്ഷെ എനിക്ക് ഞാൻ ഉണ്ടാക്കിയ കോഡ് കൊണ്ട് നല്ല യൂസ്ഫുള്ളാണ്, എനിക്കതെല്ലാ എക്സാമിനും ഓർമ്മ വരും ചെയ്യും. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സമയത്താണ് അത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കുക. നമുക്ക് കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കോഡ് ഉണ്ടാക്കി പഠിക്കുക ഇനോർഗാനിക്. പിന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലും ഇതേപോലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പം കുറേ നമുക്ക് വേണ്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ബോർഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ട് അത് ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യുക, ആ ക്വസ്റ്റ്യൻ അവിടെ കട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സ്റ്റാർ മാർക്ക് ഇട്ടിച്ച് സെക്കൻഡ് റൗണ്ട് റിവിഷനിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തത്. അത് ജസ്റ്റ് വേഗം കഴിയും എക്സസൈസ്, ഇനോർഗാനിക് എക്സസൈസൊക്കെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തത് ആ ചാപ്റ്റർ എടുക്കുന്ന ടൈമിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ റിവിഷൻ ചെയ്യൂലേ, അപ്പം റിവിഷൻ ചെയ്യുന്നത് ഞാൻ ഈ ക്വസ്റ്റ്യൻസിലൂടെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ എക്സാം ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ MCQ എടുത്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ വരുമ്പം അപ്പം പോയി കണ്ട് ആ NCERT വായിക്കുക, അല്ലെങ്കിൽ അത് റിവൈസ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഇനോർഗാനിക് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്, ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട്. അതാണ് എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയത്. നമ്മളിങ്ങനെ റിവിഷന് വേണ്ടിയിട്ട് NCERT ഇങ്ങനെ വായിച്ച് പോകുന്നതിനെക്കാട്ടിലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അത് തെറ്റുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ക്വസ്റ്റ്യനിലൂടെ ആ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പം കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, കോൺസെൻട്രേറ്റ് ആയിട്ടിരിക്കാനും മറന്നു പോകാണ്ട് നമ്മുടെ മെമ്മറിയിലേക്ക് കയറാനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് റിവൈസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക. പിന്നെ ഷോർട്ട് നോട്ട്, എല്ലാ ചാപ്റ്ററിനും ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, അത് ഷോർട്ട് നോട്ടിലൂടെ തന്നെ റിവൈസ് ചെയ്ത് പോവുക. പക്ഷേ ഡി ബ്ലോക്കിനാണ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര തൃപ്തിയല്ലേനു. ഞാൻ NCERT തന്നെയാണ് റിവൈസ് ചെയ്യുക. കാരണം ഓരോ പോയിന്റും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. പിന്നെ അത് ഇതുപോലെ ഈ നേരത്തെ പറഞ്ഞ സൊല്യൂഷൻസ് ഇലക്ട്രോകെമിസ്ട്രി ചാപ്റ്റർ ചെയ്ത പോലെ അതിനകത്ത് തന്നെ ഹൈലൈറ്റ് ചെയ്യും, സ്റ്റാർ മാർക്ക് ഇട്ടൊക്കെയാണ് ചെയ്തത്. NCERT തന്നെ റിവൈസ് ചെയ്ത് പോയത്. പക്ഷെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ പി ബ്ലോക്ക് ആണെങ്കിൽ ഞാൻ ഫുള്ള് NCERT വായിച്ച് ഉണ്ടാക്കിയ ഷോർട്ട് നോട്ടാണ്. പിന്നെ ഞാൻ NCERT വായിച്ചിട്ടില്ല, അതൊറ്റ തവണ വായിച്ച് ഷോർട്ട് നോട്ട് എഴുതി, പിന്നെ ഷോർട്ട് നോട്ട് മാത്രമാണ് റിവൈസ് ചെയ്തത്. കാരണം അതിനകത്തുള്ള എല്ലാ പോയിന്റ്സും ഇതിനകത്ത് ഉണ്ട് എന്ന് എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് കെമിക്കൽ ബോണ്ടിങ് ഒക്കെ NCERT ഒറ്റ തവണ വായിച്ചിട്ടുള്ളൂ. പിന്നെ ഫുള്ള് ഷോർട്ട് നോട്ട് എഴുതിയിട്ട് ഷോർട്ട് നോട്ട് മാത്രമാണ് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റ്സും ഒന്നെങ്കിൽ ഷോർട്ട് നോട്ട് ആക്കി എഴുതാം, അല്ലെങ്കിൽ NCERT ഹൈലൈറ്റ് ചെയ്ത് സ്റ്റാർ മാർക്ക് ഇട്ടിച്ച് നമുക്ക് ഇനി അത് NCERT മൊത്തം എല്ലാതെ അവിടെ ഒന്ന് വായിക്കൽ നടക്കില്ല. അപ്പം അതിനകത്ത് വായിക്കേണ്ട പോയിന്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് അത് മാത്രം റിവൈസ് ചെയ്ത് പോകുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഒന്നെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതി, അല്ലെങ്കിൽ NCERT തന്നെ റിവൈസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യുക. പക്ഷേ ഷോർട്ട് നോട്ട് എഴുതുന്നതായിരിക്കും നന്നാവും, അതാകുമ്പോൾ കുറച്ചും കൂടെ വേഗം കഴിയും. ഈ NCERT എടുത്ത് പേജൊക്കെ മറിച്ചിട്ടുണ്ടെങ്കിലും ഒരൊറ്റ A4 2 A4 എഴുതി കഴിഞ്ഞാൽ വേഗം റിവൈസ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. പിന്നെ ഇനോർഗാനിക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ NCERT വായിക്കുമ്പോൾ പലപ്പോഴും NCERT ഇങ്ങനെ വായിച്ചു പോകും, ഒരു ടേബിൾ കാണുമ്പോൾ നമ്മൾ അടുത്ത പേജ് മറിക്കുക, ആ ടേബിൾ ഇനി ആ ഭാഗം വായിക്കേണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് ടേബിളിനെ കാണാം. പക്ഷെ ഓരോ ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആ ടേബിൾ നമ്മൾ അതുപോലെ കാണാതെ പഠിക്കല്ലേ വേണ്ട. ഇപ്പം എലമെന്റ് തന്നിട്ടുണ്ടാവും, അതിൻ്റെയൊക്കെ ബോണ്ട് ലെങ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആർക്കാണ് ബോണ്ട് ലെങ്ത് കൂടുതലുള്ളത്, ആർക്കാണ് കുറവുള്ളത് എന്നുള്ളൊരു ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ അതിനെ മാറ്റി എഴുതിയിട്ട് പഠിക്കുകയാണ് വേണ്ടത്. അത് എപ്പോഴും എല്ലാവരും വിട്ടുപോകുന്നൊരു കാര്യമാണ്. അപ്പോൾ NCERT വായിക്കുന്നതോടൊപ്പം ഇങ്ങനെ എന്തെങ്കിലും ടേബിളൊക്കെ കാണുന്ന സമയത്ത് ഒന്നെങ്കിൽ NCERTക്കകത്ത് തന്നെ ആ ടേബിളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് അവിടെ ഒട്ടിച്ചേക്കാം. അല്ലെങ്കിൽ അതൊക്കെ മാറ്റി നമ്മൾ ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ അതൊക്കെ ഷോർട്ട് നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. ഈ ഇനോർഗാനിക്കിനകത്ത് അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് ഞാൻ വേറൊരു നോട്ട് പാഡ് വെച്ചിട്ടുണ്ട്. ഷോർട്ട് നോട്ട് എല്ലാ ചാപ്റ്ററിനും വെച്ചിട്ടുണ്ട്. അതിന് പുറമെ ചെറിയൊരു നോട്ട് പാഡ് സ്പൈറൽ പോലത്തെ അത് വെച്ച് എന്തിനാ വെച്ചാൽ എല്ലാ ചാപ്റ്ററിനും ചിലപ്പോൾ ഓരോ ചാപ്റ്ററും ഒരു പേജ് ഉണ്ടാവുള്ളൂ. അതിന് തീരെ കിട്ടാത്ത എത്ര പഠിച്ചിട്ടും മറന്നു പോകുന്ന ഓർഡറുകളോ അല്ലെങ്കിൽ മറന്നു പോകുന്ന എന്തെങ്കിലും വാല്യൂ അത്തരം കാര്യങ്ങളൊക്കെ മാത്രമായിട്ട് ആ നോട്ടിനകത്ത് എഴുതിയിട്ട് അത് ഡെയിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴൊക്കെ അത് ഇങ്ങനെ ഇടക്കിടക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. ഷോർട്ട് നോട്ട് റിവൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിങ്ങനെ ഇടക്കിടക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പം അതങ്ങോട്ട് തറവായി. അത് നമുക്ക് എല്ലാ സബ്ജക്റ്റിലും അപ്ലൈ ആവുന്ന ഒരു കാര്യം കേട്ടോ. നമ്മളിപ്പോൾ എത്ര പഠിച്ചിട്ടും ആ ചാപ്റ്ററിൽ നിന്ന് 1-2 പോയിന്റ് നമുക്ക് എത്ര അങ്ങോട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ഒന്നെങ്കിൽ സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ അതിനായിട്ടൊരു ചെറിയ നോട്ട് വെച്ചിട്ട് ചെറിയ സ്പൈറൽ നോട്ട് വെച്ചിട്ട് അതിനകത്ത് അങ്ങനെ എഴുതി വെക്കുകയൊക്കെ ചെയ്ത് അതങ്ങനെ ഇടക്കിടക്ക് എടുത്ത് റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ലാസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി
അപ്പം ഈ കെമിസ്ട്രി എനിക്ക് പൊതുവെ ഇഷ്ടമല്ല, പക്ഷെ അതിനകത്ത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു ഓർഗാനിക് കെമിസ്ട്രി. എന്താണെന്നറിയില്ല, എനിക്കത് എത്ര പഠിച്ചാലും എന്താ പറയുക കിട്ടൂല. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും അറിഞ്ഞൂടാ, ഒരു ഐഡിയ ഇല്ലായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി. ഞാൻ ഭയങ്കര വീക്ക് ആയിരുന്നു അതിനകത്ത്. ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്കത് കാണുമ്പോൾ സങ്കടമാവുമായിരുന്നു. കാരണം ഇത് നീറ്റിനുണ്ടല്ലോ, നീറ്റിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക് തന്നെയാണിത്. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, എനിക്കത് ചെയ്യാൻ പറ്റൂല എന്നൊക്കെയുള്ളൊരു തരം എന്താ പറയുക, എനിക്കത് പറ്റൂല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ പക്ഷെ എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരെ കൊണ്ടും പറ്റും, അപ്പോൾ പിന്നെ എന്നെ കൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റും, ഞാൻ പഠിച്ചേ പറ്റുള്ളൂ. നീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് പഠിക്കണമല്ലോ, പഠിച്ചെടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് പഠിച്ചൊരു സബ്ജക്റ്റാണ് ഈ ഓർഗാനിക് കെമിസ്ട്രി. ഞാൻ ഈ ഓർഗാനിക് കെമിസ്ട്രി കഷ്ടപ്പെട്ട് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ഈ NCERT നല്ല വൃത്തിക്ക് വായിച്ച് ഓരോ റിയാക്ഷൻ മെക്കാനിസം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ഷോർട്ട് നോട്ട് എഴുതി. ഷോർട്ട് നോട്ട് സാധാ ചാപ്റ്ററും സാധാ സബ്ജക്റ്റ് എഴുതിയ പോലെയല്ല ഓർഗാനിക് കെമിസ്ട്രിൻ്റെ ഷോർട്ട് നോട്ട് എഴുതിയത്. ഓരോ A4-നകത്തായിട്ട് എഴുതി, എന്നിട്ട് പോക്കറ്റ് ഫയൽ ഉണ്ടാവില്ലേ, അതിനകത്ത് ഓരോ പോക്കറ്റിനകത്ത് A4 ഇങ്ങനെ ഇട്ടിട്ടാണ് എഴുതിയത്. ഒരു ചാപ്റ്റർ 2-3 A4 പേജ് വരുന്ന വിധത്തിൽ. സാധാ ബുക്കും ഇങ്ങനെ മറിച്ച് കളിച്ച് കഴിഞ്ഞാൽ ആ പേജ് കേടായി പോകില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. അതാകുമ്പോൾ പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലകത്തല്ലേ A4 ഉള്ളത്, അപ്പോൾ അത് നമ്മൾ എത്ര മറിച്ചിട്ടാലും സേഫ് ആയിട്ട് ഇരിക്കും, ഒന്നും കേടൊന്നും പറ്റില്ല. കാരണം എനിക്ക് ഇടക്കിടക്ക് മറിച്ച് റിവൈസ് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഉപയോഗിക്കേണ്ട സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഓർഗാനിക് ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ടിൽ എഴുതിയത്. അപ്പോൾ NCERT നല്ല വൃത്തിക്ക് വായിച്ച് മെക്കാനിസങ്ങളൊക്കെ മനസ്സിലാക്കി ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചു. ക്വസ്റ്റ്യൻസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ആണ് ഫസ്റ്റ് തന്നെ ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ കണ്ടുപിടിക്കുക. ഇത് സൊല്യൂഷൻ നോക്കിയിട്ടല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് എൻ്റെ ഷോർട്ട് നോട്ട് മറിച്ചിട്ട് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കുക. അങ്ങനെ ആ ചാപ്റ്റർ നോക്കിയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചത് തുടക്കത്തിൽ. അങ്ങനെയാണ് ഓർഗാനിക്കിൽ ഓരോ റിയാക്ഷൻസ് താനേ പഠിഞ്ഞു വന്നത്. അല്ലാണ്ട് എത്ര വായിച്ച് പഠിച്ചിട്ടും എത്ര മനസ്സിലാക്കിയിട്ടും അതങ്ങോട്ട് ഉള്ളിലേക്ക് കയറൂല. നമ്മൾ ബൈഹാർട്ടാക്കാൻ ശ്രമിച്ചിട്ടും ബൈഹാർട്ടായി പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തത് ഷോർട്ട് നോട്ട് എഴുതിയിട്ട് അതങ്ങനെ മറിച്ച് നോക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ NCERT ക്വസ്റ്റ്യൻസ് ചെയ്തു. NCERT ക്വസ്റ്റ്യനും കൂടെ ചെയ്തപ്പോഴത്തേക്കും ഞാൻ എന്താ പറയുക അടിപൊളിയായി, എനിക്കെല്ലാം ക്ലിയർ ആയി. ഞാൻ NCERT അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ ഓരോ കൺവേർഷൻസ് ഉണ്ട്. B ആക്കി കൺവേർട്ട് ചെയ്യുക, ഇപ്പോൾ ABCD അങ്ങനെ വലിയ എന്താ പറയുക കൺവേർഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ NCERT കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ എന്താ തുടക്കത്തിലൊന്നും കിട്ടൂല. അപ്പോൾ അതിങ്ങനെ ഷോർട്ട് നോട്ട് നോക്കി ചെയ്യാണ് ചെയ്തത്. സ്വന്തമായിട്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ സെക്കൻഡ് റൗണ്ടിലേക്ക് മാറ്റി നിർത്തി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ ഈ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ഇതൊക്കെ സെൽഫായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓർഗാനിക് പഠിച്ചെടുത്തത്. അപ്പം ഞാൻ ചെയ്തൊരു ഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നീറ്റിനാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ MCQ ക്വസ്റ്റ്യൻസ് ആണല്ലോ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ റിയാക്ഷൻ മെക്കാനിസംസ് ഒക്കെ സ്കിപ്പ് ചെയ്തു. ഇപ്പോൾ Aയിലേക്ക് ഇന്ന റിയേജൻ്റ് ആഡ് ചെയ്താൽ B കിട്ടും, അത് അങ്ങനെ അങ്ങോട്ട് പഠിച്ചു വെക്കുക ചെയ്ത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് കിട്ടാതെ പോകുന്നത്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ആ ഫാൾട്ട് ആവർത്തിക്കാതിരിക്കുക, റിയാക്ഷൻ മെക്കാനിസം വൃത്തിയായിട്ട് പഠിക്കുക. അതിങ്ങനെ എന്താ പറയുക അത് എഴുതാവുന്ന തരത്തിൽ അങ്ങനെയൊന്നും പഠിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതെങ്ങനെയൊക്കെയാണ് വന്നത് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് A എന്നുള്ള കോമ്പൗണ്ടിനകത്തേക്ക് ഇന്ന റിയേജൻ്റ് ആഡ് ചെയ്തപ്പോൾ അത് B ആയിട്ട് മാറിയത് എങ്ങനെ, ഇന്ന ബോണ്ട് ബ്രേക്ക് ചെയ്തു, ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിലേറെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തത് എന്തുകൊണ്ട്, ഈ ഇലക്ട്രോൺ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോയത്, ഇങ്ങോട്ട് എന്തുകൊണ്ടാണ് പോകാഞ്ഞ്, അങ്ങനെ നമുക്ക് തന്നെ ആ റിയാക്ഷൻ മെക്കാനിസം നോക്കുമ്പോൾ നമുക്ക് കുറേ ഡൗട്ടുകൾ വരും. അപ്പോൾ അതൊക്കെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ അതിനൊക്കെ ഓരോരോ സ്പെസിഫിക് കാരണങ്ങളുണ്ടാവും. ഈ ഇലക്ട്രോൺ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിൾ ആയിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് അവിടെ കിട്ടി. പിന്നെ വേറെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ റിയാക്ഷൻ മെക്കാനിസത്തിനകത്തുള്ള ഈ ഒരു പോയിന്റ് നമുക്ക് യൂസ് ചെയ്തിട്ട് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത് ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ ഈ A-B ആയി ഇന്നത് ആഡ് ചെയ്തപ്പോൾ അത് മാത്രമേ പഠിച്ചേ. അപ്പോൾ അത് അതുപോലെ ചോദിച്ചാൽ മാത്രമേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ റിയാക്ഷൻ മെക്കാനിസം എന്താ പറയുക, അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് ഉള്ളോട്ട് ഇറങ്ങി ഒന്ന് വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ഫോൾട്ട് നിങ്ങൾ എല്ലാവരും വരുത്താതിരിക്കുക. റിയാക്ഷൻ മെക്കാനിസം വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. എക്സസൈസും പ്രീവിയസ് ഇയർ തന്നെ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൽ പിന്നെ കുറേ ഔട്ട് വരുന്നുണ്ട്. ഔട്ടിലേക്കൊന്നും വെറുതെ പോകണ്ട, NCERT തന്നെ പക്ക മനസ്സിലാക്കിയാൽ മതി. അത് ക്ലിയർ ആക്കിയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ വൃത്തിക്ക് പഠിക്കുക. എക്സ്ട്രാ MCQ ബുക്കിനകത്തൊക്കെ കുറേ എക്സ്ട്രാ കാര്യങ്ങൾ കുറേ കറപ്പുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും വെറുതെ പോകണ്ട, NCERT തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിനകത്തുള്ള കാര്യങ്ങൾ തന്നെ വൃത്തിക്ക് പഠിച്ചു പോകുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഫിസിക്കലും ഇനോർഗാനിക്കും ഓർഗാനിക്കും ഒക്കെ നമ്മൾ പറഞ്ഞു. കോമൺ ആയിട്ട് എല്ലാത്തിലും NCERT വായിക്കണം, എക്സസൈസ് എക്സാമ്പിളൊക്കെ ചെയ്യുക. പിന്നെ കെമിസ്ട്രിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് NCERT ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറും ചെയ്താൽ തന്നെ കെമിസ്ട്രി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ടോപ്പിക്കിൽ മാത്രം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഇനോർഗാനിക്കിൽ ചെയ്യണം കേട്ടോ. ഇനോർഗാനിക്കിൽ നമുക്ക് ഇങ്ങനെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്ത് അങ്ങനെ പോവുക. അത്രയും നമുക്ക് ഇങ്ങനെ റിവിഷൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക.
അപ്പം ഫിസിക്കലും ഓർഗാനിക്കും നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ടോപ്പിക്കിൽ മാത്രം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഷോർട്ട് നോട്ടിലൂടെയാണ് റിവൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഇനി അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളുടെ സജഷൻസും ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.